വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൂട്ടരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കുറേ എനിക്ക് മെസ്സേജുകളും കാര്യങ്ങളും വരുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എന്നും വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ വീഡിയോ ഒന്നും കാണുന്നില്ല, എന്തു പറ്റി? പിന്നെ മസ്കറ്റിൽ പോയിട്ട് വല്ല ജോലിക്കാണോ പോയത്, അതാണോ വീഡിയോ പോസ്റ്റ് ചെയ്തത്, അതോ ചേട്ടന് എന്തെങ്കിലും താല്പര്യമില്ലായ്മ ഉണ്ടോ, അങ്ങനെയൊക്കെയാണോ വീഡിയോ പോസ്റ്റ് ചെയ്തത്? ഇങ്ങനെയൊക്കെ കുറേ മെസ്സേജുകളും കാര്യങ്ങളും ലൈവിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് പേര് എന്നെ അറിയാവുന്ന ഞാൻ ലൈവിലും കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേര് ലൈവ് കാണാത്തവരും കാണുമല്ലോ. അപ്പോൾ അവർക്കുള്ള ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചേട്ടൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നത്, മസ്കറ്റിൽ. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ജോബോ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഹൗസ് വൈഫ് തന്നെയാണ്. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുക്കാത്ത കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നുകൊണ്ടാണ്. വേറൊന്നുമല്ല, ഹെൽത്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ മാരകമായ രോഗം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഋതു കുട്ടിക്ക് ഒരു കൂട്ടായിട്ട് അടുത്ത ഒരാളും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ശാരീരികമായ പ്രോബ്ലംസ് കാരണമാണ് ഞാൻ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ചാൽ ഇവിടെ വന്ന ശേഷം ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഡൗട്ട് കാണും. ചിലപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമില്ലായിരിക്കും, അത് ഞാൻ ജോബിന് വല്ലതും പോകുന്നുണ്ടോയെന്ന്. അത് ഓൾറെഡി എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ശേഷം ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ തന്നെ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഇതില്ല, മടിയെന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് വയ്യായ്മ, എന്തോ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു ഇഷ്ടമില്ലായ്മ, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിറയെ സമയമുണ്ട്. ഞാൻ ആ സമയമൊക്കെ എങ്ങനെയെങ്കിലും ചിലവഴിക്കുന്ന വെച്ചാൽ ഒന്നേ ഉറങ്ങി തീർക്കും, അല്ലെങ്കിൽ മാക്സിമം ഞാൻ കണ്ട മൂവീസ് തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. എനിക്ക് പക്ഷെ ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, വീഡിയോസ് എടുക്കാനായിരുന്നാലും. പക്ഷേ എന്തോന്ന് എനിക്കറിയില്ല, ഈ പ്രഗ്നൻസി ടൈം ആയപ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതേ ഇല്ല അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുമെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് 3 മാസം അടുപ്പിച്ചായിട്ടോ നമ്മൾ വന്നിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നത് നമ്മൾ ഒക്ടോബർ 8-നാണ് നമ്മളിവിടെ മസ്കറ്റിലോട്ട് വരുന്നത് ചേട്ടൻ. അപ്പോൾ സിസ്റ്ററിൻ്റെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും, ഞാനും കുഞ്ഞും ചേട്ടനും ഒത്താണ് ഇവിടെ വന്നത്. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ 8-ാം തീയതി വന്നിട്ട് 21-ാം തീയതി ആയിരുന്നു എൻ്റെ പീരീഡ്സ് ഡേറ്റ് വരുന്നത്. അപ്പോൾ 21-ാം തീയതി അപ്പോൾ അന്നായില്ല. ഓൾറെഡി എനിക്ക് കറക്റ്റായിട്ടൊന്നും അങ്ങനെ ആവുന്ന ഒരിതല്ല. ചിലപ്പം 2-3 ദിവസമൊക്കെ ഇങ്ങനെ നീണ്ടു പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഒരു 25-ാം തീയതി വരെ ഒക്കെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ആവുന്നില്ല. പിന്നെ ഞാൻ ഇതുപോലെ ചേച്ചിയുടെ അടുത്തും പറഞ്ഞു. പിന്നെ അതുപോലെ എൻ്റെ നാത്തൂനുണ്ട് കേട്ടോ, എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ ആ ചേച്ചിക്ക് അറിയാമായിരുന്നു എൻ്റെ ഡേറ്റ്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പീരീഡ്സ് ആയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എന്തോ ഇതുണ്ട്. അപ്പോൾ ആ ചേച്ചിയും പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മസ്കറ്റിൽ നിന്ന് മഞ്ജു ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിൽ നിന്നപ്പോൾ അപ്പോൾ ആ ചേച്ചിയും ചോദിച്ചു ആയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇതുവരെ ആയില്ല. അപ്പോൾ എൻ്റെ ഹസ്സും ആ ചേച്ചിയും പറഞ്ഞു ചിലപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് കാരണമായിരിക്കും ആവാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിരിക്കും, ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും. പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല, ചേട്ടനും പ്രതീക്ഷയില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എൻ്റെ ബോഡി കാണിച്ചതുമില്ല. അങ്ങനെ ഒരു 28-ാം തീയതി ആയിട്ടും ഞാൻ ആവുന്നില്ല. അപ്പോൾ എനിക്കൊരു ഭയം എന്ന് വെച്ചാൽ എന്തോ ഉണ്ട്, എന്നാൽ ഇത്രയും നീണ്ടു പോലല്ലോ. അപ്പോഴത്തേക്കും 28-ാം തീയതിക്ക് ആയപ്പോൾ എനിക്ക് ചെറുതായിട്ട് കുറച്ച് കഴിക്കാൻ തന്നെ കുറച്ച് നേരം ലേറ്റായി തന്നെ എനിക്ക് അങ്ങനെ തല ഇറക്കം പോലെ ഒരുമാതിരിയൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഉണ്ട്. അപ്പോൾ ചേട്ടൻ അപ്പോഴും പറയുന്നുണ്ട് എടി ഇത് ഒന്നും ആയിരിക്കില്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ആവണമെങ്കിൽ ആവട്ടെ, എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ ഇരിക്കാം. പക്ഷേ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നതെന്ന് വെച്ചാൽ ഋതുവിനെ ഇവിടെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റിൽഡായിട്ട് ഇവിടെ സെറ്റിൽഡാകും. കുറച്ച് 2-3 വർഷമെങ്കിലും നിൽക്കാമെന്ന് പറഞ്ഞ രീതിയിലാണ് വന്നത്. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയ അപ്പോൾ ആ സമയമൊക്കെ എനിക്ക് അടുത്ത വർഷം 2026 മെയ്യിൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ എനിക്ക് അതിന് പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ ഇരുന്നത്. അപ്പോൾ അതിന് പോയാൽ പിന്നെ എനിക്ക് തിരിച്ച് വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡെലിവറി ഡേറ്റൊക്കെ അടുപ്പിച്ചാകുന്നുണ്ട്. പിന്നെ പ്ലെയിൻ കയറാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഏതായാലും ഋതുവിൻ്റെ പഠിത്തം
നടക്കത്തില്ല, ഇവിടെ നടക്കത്തില്ല, നാട്ടിലേ പറ്റുള്ളൂ. അപ്പോൾ അവൾ ഇങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ് ഇവിടുത്തെ നല്ല സ്കൂളിൽ ചേരണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള. അപ്പോൾ ആ ഒരു ഇതും എനിക്ക് വിഷമമുണ്ട്. പിന്നെ ഈ ചേട്ടനാണെങ്കിൽ നല്ല കോൺഫിഡൻറ്റ്. എന്താ കുഴപ്പമില്ല, നാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് 1 വർഷം പഠിച്ചിട്ട് വന്നാൽ മതിയല്ലോ, എന്നിട്ട് ബാക്കി വർഷം ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പം ഞാനും അതിനോട് ഒരു പൊരുത്തപ്പെട്ടു എന്ന് വെച്ചാൽ ആണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ മാസം 31-ാം തീയതിയാണ്, 31-ാം തീയതി ഒന്നാണ് ചേട്ടൻ്റെ അമ്മ നമ്മളെ ഇങ്ങോട്ട് വരുന്നത് ഇവിടത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വന്നിട്ട് നോക്കിയാൽ മതി, അതുവരെ നോക്കണ്ട, ചിലപ്പോൾ അതിനു മുമ്പ് വല്ല ആയാലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലൊക്കെ പറഞ്ഞായിരുന്നു ജസ്റ്റ്. എന്നിട്ട് അപ്പോഴത്തേക്കും 31-ാം തീയതി അമ്മ വന്നു. അമ്മ വന്നിട്ട് പിറ്റേ ദിവസം ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇനി മനസ്സിങ്ങനെ ഉൾക്കൊണ്ടു, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഉൾക്കൊണ്ടു. ഇനി ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വിഷമാവും ആ ഒരിത്. അങ്ങനെ ഞാൻ രാവിലെ എണീച്ചു ചെക്ക് ചെയ്തപ്പോൾ ആദ്യമാണെങ്കിൽ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു ചെക്ക് ചെയ്തത്. അതിൽ ഒരു ലൈൻ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പൊട്ടയായിരിക്കും, ഇതെന്ത് വരാത്ത, കുറേ നേരം ഇരുന്നിട്ടും വരുന്നില്ല കേട്ടോ. മറ്റേതാണെങ്കിൽ 1 ലൈനെങ്കിലും വരില്ല, ഇത് 1 ലൈൻ വരുന്നു. അപ്പോൾ ഞാൻ അയ്യേ ഇത് ചീത്തതായിരിക്കും, 1 ലൈനെങ്കിലും വരുമെന്ന് വെച്ചാൽ അങ്ങനെ നിസ്സാരമായിട്ട് കുറേ നേരം ഇരുന്നപ്പോൾ പയ്യെ ലൈൻ വരാൻ തുടങ്ങി. ആദ്യത്തെ ലൈൻ വന്നു, രണ്ടാമത്തതും അത് ഡാർക്കായിട്ട്, 2 ലൈൻ ഡാർക്കായിട്ട്. അപ്പം എൻ്റെ എപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ സങ്കടമാണോ അതോ സന്തോഷമാണോ എല്ലാം കൂടെ ഇങ്ങനെ ഒത്തുവരാം. ഈ ഋതുവിനെ നോക്കിയ സമയത്തും ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും രണ്ടാമത്തേനും ഉണ്ടായിട്ട്, നമ്മൾ ഫസ്റ്റ് കുട്ടിയായിരുന്നാലും സെക്കൻഡ് കുട്ടിയായിരുന്നാലും ഒരേപോലത്തെ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, അത് നമുക്ക് അനുഭവിച്ചവർക്കറിയാം, അമ്മമാർക്ക് ആ ഒരു ഇത് വന്നു. പിന്നെ ഞാൻ പയ്യെ പോയിട്ട് ഞാൻ രാവിലെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇത് അറിയാൻ വേണ്ടി, പിറ്റേ ദിവസം അറിയാൻ വേണ്ടി ഭയങ്കര ഉറക്കമൊന്നും വരത്തില്ല, പെട്ടെന്ന് നേരെ വെളുത്താൽ മതി, ഇതിൻ്റെ റിസൾട്ട് അറിയണമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് രാവിലെ എണീച്ചിട്ട് പയ്യെ വന്ന് ചേട്ടനൊന്നും പറയാതെ വന്നപ്പോൾ പയ്യെ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നെഗറ്റീവ് നോക്കിക്കേന്ന് പറഞ്ഞു. നെഗറ്റീവായോ എന്ന് പറഞ്ഞ് ചേട്ടനെ കാണിച്ചു കൊടുത്തപ്പോൾ എന്താ പോസിറ്റീവ്. പിന്നെ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു, എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലായിടത്തും റിലേറ്റീവ്സും കാര്യങ്ങൾക്കും എല്ലായിടത്തും പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടെ പോയി കാണിച്ചു. നമ്മൾ ചെക്കപ്പ് സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കയറണ്ട, അങ്ങനെ 3 മാസത്തേക്ക് സ്റ്റെപ്സും കാര്യങ്ങളൊന്നും കയറണ്ട, കുറച്ച് ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് വിട്ടു. പക്ഷേ ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് കുറച്ച് കടുത്തു പോയെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഋതുവിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഋതുവിൻ്റെ ഞാൻ തുള്ളി ചാടി ഹാപ്പി ആയിട്ട് നടന്നതാണ്. പക്ഷേ ഇതാണെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഋതുവിൻ്റെ വൊമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിപ്പോയാൽ വല്ലപ്പോഴും വൊമിറ്റ് ചെയ്യത്തേ ഉള്ളൂ, അങ്ങനെ ഒരു ഇതുള്ളായിരുന്നു. പക്ഷേ ഇതാണെങ്കിലാണെങ്കിലും ഇങ്ങനെ അറിഞ്ഞ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വൊമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. വൊമിറ്റിംഗ് എന്ന് വെച്ചാൽ വല്ലാത്ത വൊമിറ്റിങ്. രാവിലെ വൊമിറ്റ് ചെയ്യും, കിച്ചണിൽ കയറി വൊമിറ്റ് ചെയ്യും, ഒരു സ്മെല്ലും പിടിക്കുന്നില്ലെന്ന് വെച്ചാൽ ഒന്നും പിടിക്കുന്നില്ല. കടുവറുക്കുന്നായാലും മീനിൻ്റെ ആയിരുന്നാലും എന്തിൻ്റെ ആയാലും ഒരു സ്മെല്ലും പിടിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അത് വൊമിറ്റ് ചെയ്യും, അടുത്ത് ഉച്ചയ്ക്ക് വൊമിറ്റ് ചെയ്യും, രാത്രി വൊമിറ്റ് ചെയ്യും. ഇതൊക്കെ തന്നെ വൊമിറ്റ് ചെയ്യുന്ന വെച്ചാൽ മനുഷ്യൻ്റെ ഊപ്പാടിയും ഈ മഞ്ഞ കളറല്ലേ അതുപോലെ വരും. അപ്പോൾ ആ ഫസ്റ്റ് ടൈമൊക്കെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും, നല്ലപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളവും കുടിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിച്ചാലും പിന്നെയും വൊമിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ വേണ്ടായിരുന്നു, ഇതെന്താ ഇങ്ങനെ ഒരു പ്രഗ്നൻസി എന്ന് വെച്ചാൽ. ഫസ്റ്റത്തെ നല്ല ഹാപ്പി ആയിട്ട് പോയെന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ലായിരുന്നു. ഇപ്പം അങ്ങനെ പിന്നെ ആണെങ്കിൽ തലകറക്കവും കാര്യങ്ങളും, കിടന്നാലും ഉറക്കവും വലുതായിട്ട് വരില്ല, തലവേദനയും തലകറക്കവും എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ തന്നെ വെറുത്തു. വീഡിയോ എൻ്റെ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഒരു വെറുപ്പ്. അതുപോലെ തന്നെ ഇതറിയും മുമ്പേ ഞാൻ വീഡിയോസും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ വന്ന വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടോ. പക്ഷെ അതുവരെ ഞാൻ ഇതുവരെയായിട്ട് 3 മാസം അടുപ്പിച്ചായി ഇതുവരെയായിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല.
അതിനുശേഷം ഇങ്ങനെ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് വീഡിയോ ഇപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോയാലും വീഡിയോ എടുക്കാൻ മടി. അപ്പോൾ കറങ്ങാൻ പോയെന്ന് വെച്ചാൽ അവിടെ മൊത്തം ഛർദ്ദിക്കും. വണ്ടി എവിടെയൊക്കെ നിർത്തുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ ഛർദ്ദിച്ച് പോകും. ആ ഒരവസ്ഥ. പിന്നെ വീഡിയോ എടുക്കലും നിന്ന് എനിക്ക് എടുക്കാൻ താല്പര്യമില്ല, എഡിറ്റ് ചെയ്യണോ അതിനും താല്പര്യമില്ല. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് ഒന്ന് മാറ്റാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കണ്ട സിനിമ തന്നെ ഒരു കോമഡി സീനായിരുന്നാലും ഗോസ്റ്റ് ഫിലിംസ് ഇങ്ങനെയൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ സമയം തള്ളി നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ എങ്ങനെയെങ്കിലും മൈൻഡ് ആ വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി എനിക്ക് മാറണം. പിന്നെ തലകറക്കും, ഇതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. അങ്ങനെ എന്താ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം കറക്റ്റ് 3 മാസമായി. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ ആരും പറയണ്ട, അമ്മ അപ്പ അവരുടെ അടുത്തത് മാത്രം പറഞ്ഞാൽ മതി, റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ഈ 3 മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ ഇങ്ങനെ ത്വര കൊണ്ട് ഞാൻ എല്ലായിടത്തും പറയും. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു കേട്ടോ. പിന്നെ 3 മാസത്തിൽ സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്കാൻ ചെയ്തു. അപ്പോൾ അതിൽ എന്താ ബേബിക്ക് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, നല്ലതായിട്ട് പോകുന്നു. അപ്പോൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും പഴയതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ വോമിറ്റിംഗ് ഇനി കുറയും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പം പഴയത് വെച്ച് നോക്കുമ്പോൾ വോമിറ്റിംഗ് കുറവുണ്ട്. പക്ഷേ ഒരു ദിവസം ഒരു നേരമെങ്കിലും വോമിറ്റ് ചെയ്യാതിരിക്കില്ല, അത് വേറൊരു കാര്യം. എനിക്ക് മിക്കപ്പോഴും വരുന്നത് രാത്രി സമയമാണ് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടി വരുന്നത്. പിന്നെ ഞാൻ ലൈവ് എടുക്കാതിരുന്നാലും ഇപ്പോൾ ലൈവിലായിരുന്നാലും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഞാൻ ലൈവ് ഇരുന്ന് ചെയ്തിട്ട് ഞാൻ അതേപടി ഓഫ് ചെയ്തിട്ട് ഉടനെ പോയി വോമിറ്റ് ചെയ്യും. അതെന്താണെന്ന് എനിക്കറിയില്ല. ലൈവ് ചെയ്ത ഉടനെ അതാണ് എനിക്കിപ്പോൾ ലൈവ് ചെയ്യാനേ മടി. ലൈവ് ചെയ്ത അപ്പം തന്നെ ഓഫ് ചെയ്ത് അപ്പം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ വോമിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യാതെ ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പുറത്തും കാര്യങ്ങളും പാർക്കിലായിരുന്നാലും പുറത്തൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്ക് പറ്റുമ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് വെളിയിൽ ഇറങ്ങാനും മടിയാട്ടോ, വോമിറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആയതുകൊണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഋതുവിനെ കൊണ്ടുപോകും കേട്ടോ പുറത്തൊക്കെ കറങ്ങാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി വരുമല്ലോ, ഇനി വരുമ്പോൾ അല്ല ഫുൾ വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ മൂഡ് എടുക്കാനുള്ള മൂഡല്ല. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരുന്നാലേ വീഡിയോ എടുക്കാനും ഒരു ഇത് കാണുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൂടി എനിക്ക് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ.